അഭ്യാസത്തെക്കാൾ ജ്ഞാനം, ജ്ഞാനത്തെക്കാൾ ധ്യാനം, ധ്യാനത്തെക്കാൾ മഹത്തരമാണ് കർമ്മഫലത്യാഗം. അതായത് ഒരു അഭ്യാസം ചെയ്യുന്ന ഒരു യോഗി യോഗാഭ്യാസമൊക്കെ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവ്യക്ത ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അഭ്യാസമൊക്കെ ചെയ്യുന്ന ഒരു യോഗിയെ കാട്ടിലും ആ അഭ്യാസത്തിനെക്കാട്ടിലും മഹത്തരമാണ് ജ്ഞാനം. അതായത് ഇപ്പം ആ ചെയ്യുന്ന ആ സമയത്ത് വേറൊരു ഭക്തൻ ജ്ഞാനത്തിന് വേണ്ടിയിട്ട്, ആധ്യാത്മിക ജ്ഞാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി മഹത്തരമാണ് ജ്ഞാനം. എന്നാൽ ഈ ജ്ഞാനത്തിന് പിന്നാലെ പോകുന്ന ഭക്തനെക്കാട്ടിലും മഹത്തരമാണ് ധ്യാനിക്കുന്ന ഒരു ഭക്തൻ. എപ്പോഴും ഭഗവാനെ ധ്യാനിച്ച് ഇരിക്കുന്ന ഒരു ഭക്തൻ അതിനെക്കാട്ടിൽ ശ്രേഷ്ഠനാണ്. ഇനി ആ ധ്യാനത്തിനെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് കർമ്മഫലത്യാഗം. കാരണം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് അഭ്യാസം ചെയ്യുക എന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അഭ്യാസവും യോഗയൊക്കെ ചെയ്യാൻ പാടായിരിക്കും. അതുപോലെ തന്നെ ജ്ഞാനം, അതായത് ഇപ്പം എല്ലാവർക്കും ജ്ഞാനത്തിലൊരു ഇൻട്രസ്റ്റ് വരണമെന്നില്ല. അപ്പം ഭഗവാൻ അതും പറയുന്നില്ല. എന്നാൽ ഭഗവാൻ പറയും ധ്യാനം